എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ തൃശ്ശൂർ നടക്കുന്ന സോമയാഗത്തിൽ വന്നതാണ്. അവിടെ മോഹൻജിയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് പേരൊക്കെ ഉണ്ട്. കുറച്ച് പേര് അവിടെ യാഗശാലയിലുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചിത്രയെ കണ്ടായിരുന്നു. ചിത്ര നേരത്തെ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ചിത്ര ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. അപ്പം ഇപ്പം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു സമയത്ത് എടുക്കൽ ബുദ്ധിമുട്ടാണല്ലോ, ഇവരൊക്കെ നേരിട്ട് കാണല്ലോ. അപ്പം ചിത്രയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം, അതായത് ഇപ്പം അടുത്ത കാലത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു മെസ്സേജ് തന്നെയാണ് ചിത്രയും പറഞ്ഞത്. ഉൾക്കണ്ണുകൊണ്ട് മോഹൻജിയെ കാണാൻ സാധിക്കും. ഉൾക്കണ്ണുകൊണ്ടാണ് മോഹൻജിയെ എളുപ്പം കാണാൻ സാധിക്കുക. നമ്മൾ ബാക്കി നേത്രത്തിലൂടെ കണ്ടു കഴിഞ്ഞാൽ മോഹൻജി നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ നമുക്കിപ്പോൾ ചില അനുഭവങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. അതുപോലത്തെ ഒരു അനുഭവം ചിത്ര പറഞ്ഞപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടി ചിത്ര തന്നെ പറയട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചിത്രയിലേക്ക് പോവാം. നമസ്കാരം, എൻ്റെ പേര് ചിത്ര. ഞാൻ സർദി സായി ഗ്രൂപ്പിൽ വന്നിട്ട് കുറച്ച് നാളായി. പക്ഷേ എനിക്കുണ്ടായിട്ടുള്ള അനുഭവം എൻ്റേതല്ല, എൻ്റെ മേമയുടേതാണ്. അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടേതാണ്. മേമ ബ്ലൈൻഡാണ്. മേമയ്ക്ക് കാഴ്ച ശക്തി ഇല്ല. ചെറിയൊരു രീതിയിൽ മാത്രമാണ്. എങ്ങനെയാണ് മേമ ബ്ലൈൻഡ് ആയെന്നും കൂടെ ഒന്ന് പറഞ്ഞു. അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കണ്ണുകൾക്ക് ഞരമ്പുകൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് പക്ഷേ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വൈകിയത് കൊണ്ടാണ് കണ്ണിൻ്റെ ഞരമ്പുകൾ രണ്ടും തളർച്ച ബാധിച്ചിട്ട് കാഴ്ചശക്തി കുറഞ്ഞതെന്നാണ് പറഞ്ഞത്. പിന്നെ അത് പതുക്കേനെ കുറഞ്ഞ് ഈ അടുത്ത സമയത്ത് കാഴ്ചശക്തി വളരെ ചെറിയ രീതിയിൽ മാത്രമേ, ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊന്നും അങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല, കാണാൻ പറ്റില്ല. ഒരു നിഴൽ മാത്രം, അങ്ങനെ മാത്രമേ മേമയ്ക്ക് കാണാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പം മേമയ്ക്ക് അതിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. മേമ ജോലിക്ക് പോകുന്ന ആളാണ്, എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. മേമ ജോലിക്ക് പോകുന്നുണ്ട്, വർക്കുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ കാഴ്ചശക്തി മേമയ്ക്ക് ഇല്ല. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. അപ്പം ഞാൻ പറഞ്ഞു, മേമ ഒരു മെഡിറ്റേഷൻ ചെയ്യൂ. പവർ ഓഫ് പ്യൂരിറ്റി മെഡിറ്റേഷൻ ഞങ്ങൾ ഗ്രൂപ്പിൽ ചെയ്യണ മെഡിറ്റേഷൻ മേമയ്ക്ക് ലിങ്ക് അയച്ചു കൊടുത്ത്. ഷിർദി സായി അപ്പം അത് ചെയ്തിരുന്നു. ആ മെഡിറ്റേഷൻ ചെയ്തു. മോഹൻജി ആയിട്ടും ബാബയായിട്ടും മേമ കൂടുതൽ കണക്റ്റഡായി. അപ്പോൾ പിന്നെ മേമയ്ക്ക് ഇടയ്ക്ക് സ്വപ്ന ദർശനം മോഹൻജി കാണിച്ചു കൊടുക്കാറുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ മേമ മോഹൻജീനെ കാണാറുണ്ട്. അപ്പോൾ അതിൽ മേമ ഭയങ്കര എന്താ പറയുക, ഹാപ്പിയായി. മേമയ്ക്ക് ആ പെയിൻ ഉണ്ടായിരുന്നു നെഞ്ചിൻ്റെ ഉള്ളിൽ. എനിക്ക് കാഴ്ച ശക്തിയില്ല, എന്ത് ചെയ്യും മുന്നോട്ട് പോവാൻ, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെയൊക്കെ ഒരു വിഷമം മേമയ്ക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒറ്റയ്ക്കാണോ എന്നുള്ളത്. ആ ഒരു ഫീലിങ്സ് ഒറ്റയ്ക്ക് എന്നുള്ളത് ആളുടെ മാറിപ്പോയി. ആൾക്ക് എല്ലാവരും ഉണ്ട്, ഗുരുക്കന്മാർ കുറേ ആൾക്കാർ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം മാത്രമല്ല, മേമയ്ക്ക് അത് തീർച്ചയായിട്ടും ഉണ്ട്, ഉറപ്പായിട്ടും അനുഭവങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കെ മേമയുടെ, അതായത് ഏറ്റവും മൂത്ത ചേച്ചി പെട്ടെന്ന് വീണിട്ട് വയ്യാണ്ട് കുറേ നാൾ കിടന്നു. അപ്പോൾ അതിൽ മേമയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും കാണണമെന്ന് ചേച്ചി ആവശ്യപ്പെട്ടിട്ട് ഇവർക്ക് ആർക്കും പോയി കാണാൻ പറ്റിയില്ല. മേമേനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേമയ്ക്ക് കാണാൻ പറ്റിയില്ല. ആ വിഷമം അപ്പോൾ പെട്ടെന്നാണ് കൂടുതലായിട്ട് ആൾ മരിച്ചത്. അപ്പോൾ ആ മരിച്ച സമയത്ത് മരിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ ഒന്ന് പോയി കാണാൻ പറ്റിയില്ലല്ലോ. അതാൾക്ക് ഭയങ്കരമായിട്ട് വിഷമം എന്ന് പറഞ്ഞാൽ ആളിങ്ങനെ കരയില്ല. ആൾ പ്രകൃതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷമം ഉള്ളിൽ ഇങ്ങനെ പിടിച്ചിരിക്കും, പക്ഷെ കരയില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് മേമ വീട്ടിലേക്ക്, ചേച്ചിമാരുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഫ്രണ്ടിൽ ബോഡി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് മേമ കസാരയിൽ ഇങ്ങനെ ഇരുന്നു. രാത്രിയാണ് മരിച്ചത്. രാത്രി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ മേമയ്ക്ക് കാഴ്ചശക്തി ഇല്ലാത്തതാണ്. നമ്മളൊക്കെ അടുത്ത് പോയി മേമ ഞാനാണെന്ന് പറഞ്ഞാൽ മാത്രം മനസ്സിലാവുന്ന മേമയാണ്. മേമ മോഹൻജി മേമയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും മേമയ്ക്ക് മാത്രമാവും കാണാൻ പറ്റുന്നുണ്ടാവുക, പക്ഷെ മേമ ശരീരം കൊണ്ട് മോഹൻജീനെ കണ്ടു. ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നു. അതായത് നല്ല വെള്ള വസ്ത്രം ഇട്ടിട്ട് ചിരിച്ചിട്ട്, എന്നും മോഹൻജിയുടെ മുഖത്ത് ആ പുഞ്ചിരിയുള്ള അതേ ചിരിയോട് കൂടിയിട്ട് മേമയുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് മേമേനെ ഒന്ന് വലം വെച്ചിട്ട് മോഹൻജി കുറച്ച് നേരം നിന്നിട്ട് അപ്രത്യക്ഷമായി. ആ പെയിൻ ആ സെക്കൻഡുകൾ കൊണ്ട് തന്നെ മേമയ്ക്ക് മാറി. അതായത് അതങ്ങനെ ഒരു കർമ്മമാണ്, അതങ്ങനെയാണ് വരാൻ പാടുള്ളൂ, അതാണ് യോഗം എന്ന് വിചാരിച്ചു മേമ. അങ്ങനെ മേമയ്ക്കത് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണ്. പിന്നെ മേമ അവിടെ നിന്ന് ഒരു അടി എഴുന്നേറ്റില്ല. ആ മോഹൻജി വലം വെച്ചിട്ടുള്ള ആ കസേരയിൽ നിന്ന് പിറ്റേ ദിവസമാണ് മേമ എഴുന്നേറ്റത്. അതുവരെ മേമ സേഫായിരുന്നു. മേമയ്ക്ക് അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല, കുറേ നേരം ഇരിക്കാൻ പറ്റില്ല. ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ളതാണ്, ഒരുപാട് അസുഖങ്ങളുണ്ട്. ഡോക്ടർമാരാകെ നിസ്സാര വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പോൾ എത്രയോ വർഷമായി എന്നറിയും മേമയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷെ മേമ ഭയങ്കര ഹാപ്പിയാണ്. മേമയ്ക്ക് വേറെ പ്രശ്നങ്ങളും ഭയങ്കര സ്ട്രെങ്ത്താണ്. ഭയങ്കര എന്താ പറയുക, സ്ത്രീ എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് മേമേനെ കണ്ടു പഠിക്കണം എന്നുള്ളത്. ചെറിയ ദുഃഖങ്ങൾക്കൊന്നും മേമ അങ്ങനെ വീഴില്ല. അപ്പോൾ ആ ഒരു കസാരയിൽ നിന്ന് മേമ ആ ഇരിപ്പിരുന്നിട്ട് പിന്നെ പിറ്റേ ദിവസമാണ്
അപ്പോൾ മോഹൻജിയെ കണ്ടു. കാരണം ഉൾക്കണ്ണുകൊണ്ട് കാണുമ്പോൾ എളുപ്പം കാണാൻ പറ്റും. നമ്മൾ ഫിസിക്കൽ ബോഡി കാണുമ്പോൾ നമുക്ക് മോഹൻജിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പം ഇപ്പം മേമ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതാണ്, നമ്മൾ ആരെങ്കിലും ഒരാൾ മോഹൻജി ഫാമിലിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് മൊത്തം മോഹൻജിയായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. പലപ്പോഴും അവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. പക്ഷേ സായിബാബയും പറയുമല്ലോ, ഒരാൾ എന്നോട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വംശപരമ്പര മുഴുവനും ആ ഗുരുവായിട്ട് കണക്ട് ചെയ്യാമെന്ന്. അത് വലിയൊരു ഭാഗ്യമാണ് ഒരു ഗുരുവിനെ കിട്ടുന്നത്. ഇപ്പം ഇവിടെ യാഗഭൂമിയിൽ, സോമയാഗഭൂമിയിൽ വന്നിട്ട് നമുക്കിങ്ങനെ ഒരുമിച്ചിരിക്കാൻ, ഞങ്ങളിങ്ങനെ മോഹൻജിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മോഹൻജി ഇവിടെ വന്നിട്ട് പോയി. അപ്പോൾ ചിത്ര പറഞ്ഞപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റി. ചിത്രയ്ക്ക് എന്തെങ്കിലും പറയാനില്ല? ഇല്ല, നന്ദി. ഈ ഒരു ഇൻ്റർവ്യൂ സോമയാഗത്തിൽ വെച്ച് കണ്ടപ്പോഴാണ് എടുത്തത്. അത് ഏതാണ്ട് മോഹൻജി വന്ന് പോയി ഒരു 11 മണിയോടുകൂടി കേട്ടോ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ എടുത്തത്. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ അവിടേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ ഒരു കൃഷ്ണഭക്തയുടെ ഒരു അനുഭവം ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ദോസ് ഹു ഹാവ് ഗോട്ട് ഐസ് വിൽ സീ. അതായത് അത് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഉൾക്കണ്ണ്, ആത്മാവിൻ്റെ കണ്ണ് തെളിഞ്ഞിട്ടുള്ളവർക്കാണ് ശരിക്കും ഭഗവാന്റെ ദർശനം കിട്ടുക എന്നുള്ളതാണ്. അത് സത്യമായ ഒരു അനുഭവം അവിടെ ചെന്നപ്പോൾ കാണുകയും ചെയ്തു. വീണ്ടും മോഹൻജി നമുക്ക് പ്രൂവ് ചെയ്ത് തരികയാണ്, മോഹൻജി അറിയണം എന്നുണ്ടെങ്കിൽ സെറ്റിലിറ്റി വേണം എന്നുള്ളത്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഈ വിശിഷ്ടമായ സോമയാഗം നടക്കുന്നത് അഗ്നിയാധാനം സോമയാഗം നടക്കുന്നത് എളങ്ങള്ളൂർ മനയിലാണ്. പെരുവനം ഗ്രാമപഞ്ചായത്തിൽ ആണ് ഈ ഒരു യാഗം നടക്കുന്നത്. നാളെയും കൂടിയേ ഉള്ളൂ. മെയ് 4-ാം തീയതി വരെയാണ് ഇത് ഉള്ളത്. അപ്പോൾ പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക, തൃശ്ശൂർ ജില്ലയിൽ പോയിട്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.